ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉയിർപ്പ് കാലം 7-ാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 16:8 അവസാനിക്കുന്നു എന്നാണ് പുരാതന കയ്യെഴുത്ത് പ്രതികളൊക്കെ സൂചിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം രംഗങ്ങൾ പെട്ടെന്ന് മാറി വരുന്ന ഒരു നാടക ആവിഷ്കരണം പോലെയുള്ള പ്രതിപാദനമാണെങ്കിൽ ഇതിന് ശേഷമുള്ള 9 മുതൽ 16 വരെയുള്ള 19 വരെയുള്ള ഭാഗങ്ങൾ വളരെ വ്യത്യസ്തമായ രചനാ രീതിയാണ് കാണുന്നത്. ഇതിനർത്ഥം ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു അവസാന ഭാഗം, ഒരു ഉപസംഹാരം വീണ്ടും കൂട്ടിച്ചേർത്തതാണ്. മർക്കോസിൻ്റെ സഭയിൽ, ആദിമ സഭയിൽ കൂട്ടിച്ചേർത്തതാണ് എന്നാണ് പണ്ഡിത മതം. വിശുദ്ധ ജസ്റ്റിൻ ദ മാർട്ടിയർ, രക്തസാക്ഷിയായ ജസ്റ്റിൻ AD 145, അതുപോലെ തന്നെ വിശുദ്ധ ഇർനിയോസ് AD 180, അതുപോലെ തന്നെ ദിയതെസ്രോൻ സമ്മിശ്ര സുവിശേഷം എഴുതിയ ടാസിയാൻ, ഇവരെല്ലാം ഈ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആദിമ കാലഘട്ടങ്ങളിൽ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ട ഒന്നാണിത്. ഈശോയുടെ സുവിശേഷത്തിന് നല്ല ഒരു ഉപസംഹാരം വേണം എന്നുള്ള ആ സഭയുടെ വീക്ഷണമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതും ഈശോ തൻ്റെ ദൗത്യമേൽപ്പിക്കുന്നതും സ്വർഗാരോഹണം ചെയ്യുന്നതുമായ ഭാഗമാണ് നമ്മൾ ഇവിടെ ശ്രവിക്കുന്നത്. ആഴ്ചയുടെ 1-ാം ദിവസം ഈശോ ഉയിർത്തെഴുന്നേറ്റതിന് ശേഷം മഗ്ദല മറിയത്തിനും പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം ഇവൾ ചെന്ന് മറ്റുള്ളവരോട് ആ സുവിശേഷം അറിയിക്കൂ. അവരെല്ലാം ദുഃഖിച്ച് വിലപിച്ചിരിക്കുകയാണ്. ഈശോ ജീവിച്ചിരിക്കുന്നുവെന്ന് അവൾ പറഞ്ഞ് അവൾക്ക് കാണപ്പെട്ടെന്ന് കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ശിഷ്യന്മാരുടെ പ്രതികരണം ഒരു അവിശ്വാസമായിരുന്നു. പിന്നീട് പല പ്രാവശ്യം 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ആരെയും വിശ്വസിച്ചില്ല. വേറെ 2 പേര് ഇതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടു. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന പ്രതിപാദനമാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം, ഇതെല്ലാം ചേർത്താണല്ലോ ഈ ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും അവരെല്ലാം വിശ്വസിക്കാതിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രതികരണം ഒരു വലിയ അത്ഭുതമാണ്. എങ്ങനെ ഇത് സംഭവിക്കും? മാനുഷികമായ ഒരു വികാരം, അങ്ങനെയാണ്, വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആ അവസരത്തിൽ ആണ് പിന്നീട് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനാകുന്നത് 14-ാം വാക്യം മുതൽ. അപ്പോൾ 13-ാം വാക്യത്തിന് ശേഷം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 40 ദിവസത്തിന് ശേഷമുള്ള സംഭവമാണ്. ഇന്നത്തെ നടപടി പുസ്തകത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകി സ്വർഗാരോഹണം ചെയ്യുന്ന ആ ഭാഗത്തിന് ശേഷം ശിഷ്യന്മാർ തങ്ങളുടെ ശിഷ്യസഞ്ചയത്തെ പൂർത്തീകരിക്കുന്ന ഭാഗം നമ്മൾ ശ്രവിക്കുന്നുണ്ട്. നടപടി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഈശോ അവരോടൊത്ത് ഭക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് 40 ദിവസം കർത്താവ് അവരോടൊപ്പമായിരുന്നു. അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു എന്നാണ് ചില പ്രതികളിൽ ബൈബിളിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഉപ്പ് എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. ഈശോ 40 ദിവസം അവരുടെ കൂടെ ആയിരുന്ന് അവരെ ശുദ്ധീകരിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു, അവരെ ബോധ്യപ്പെടുത്തി. 40 ദിവസം പഴയ നിയമത്തിൽ നമുക്കറിയാം വിശുദ്ധീകരണത്തിൻ്റെ, ഒരുക്കത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. 40 ദിവസത്തെ ഉപവാസവും 40 ദിവസത്തെ പ്രളയവും ഇതെല്ലാം ഒരു ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. ഈ ഹ്യൂമൻ ജസ്റ്റേഷൻ, ഒരു മനുഷ്യൻ ജനിക്കുന്നത്, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന മുതൽ ജനിക്കുന്നത് വരെ 40 ആഴ്ചകളെടുക്കുന്നു. അപ്പോൾ ഈ 40 ഒരു പുതിയ ജന്മത്തിൻ്റെ പുതുമയുടെ കാലഘട്ടം കൂടിയാണ്. അതിനൊരുങ്ങുന്നൊരു കാലഘട്ടമാണ്. അവിടെ 40 ദിവസം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കുക നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും കുറ്റപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ ഈ കുറ്റപ്പെടുത്തൽ ഒരു തരത്തിലുള്ള ആത്മീയ ശിക്ഷണമായിരുന്നു. അവർക്ക് ശരിയായ മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ വിശുദ്ധീകരിക്കുകയാണ്. ഒരു കണക്ക് പറഞ്ഞാൽ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ ദൈവദർശനം ലഭിക്കുന്ന ഏശയ്യ അവിടെ തീക്കല്ലുകൾ കൊണ്ട് തീക്കല്ലിലെടുത്ത് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ശുദ്ധീകരണത്തിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഇനി ആരെ ഞാൻ അയക്കും? അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ആ വ്യക്തി പറയുകയാണ്, എന്നെ അയച്ചാലും. അപ്പോൾ ഈശോ വാസ്തവത്തിൽ ഈ ശിഷ്യന്മാരെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തുകയായിരുന്നു, അവരെ അയക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് 15-ാം വാക്യത്തിൽ, നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ.
ഈശോയുടെ ഉയിർപ്പിൻ്റെ സന്ദേശം എല്ലായിടത്തും അറിയിക്കുവിൻ. സ്നാനം സ്വീകരിക്കുവാൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം 5-6 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തുന്നു, വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കുക. അപ്പോൾ ദൈവികമായ ഒരു പുണ്യമാണ് വിശ്വാസം. സുവിശേഷത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ഈ വിശ്വാസത്തിലൊരു സ്ഥിരീകരണമുണ്ട്. 17-ാം വാക്യം മുതൽ വിശ്വസിക്കുന്നവൻ്റെ കൂടെ ഈ അടയാളങ്ങളുണ്ടാകും. അപ്പോൾ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ ശക്തി, ഈശോയുടെ പ്രവർത്തനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതെന്താണ്? ശിഷ്യന്മാർക്ക് ലഭിച്ച ആ വലിയ കൃപകളാണ്. എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. തിന്മയുടെ, ദുഷ്ടതയുടെ ശക്തികൾ, ദുഷ്ടത വരിഞ്ഞു മുറുക്കിയിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കും. പുതിയ ഭാഷകൾ, അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. എല്ലാ ഭാഷകളിലും സംസാരിക്കാൻ സാധിക്കുന്ന ആ ദൈവിക ഭാഷാവരം. സർപ്പങ്ങളിലെ കയ്യിലെടുക്കും. സർപ്പങ്ങളെ കയ്യിലെടുത്ത് സർപ്പദംശനമേക്കാത്ത രീതിയിൽ സംരക്ഷിക്കും. വിശുദ്ധ പൗലോസ്ലീഹ അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. യൂസേബീസ് ചരിത്രകാരൻ പറയുന്നുണ്ട്, വിശുദ്ധ ബർണബാസും യോഹന്നാനും അവർക്ക് മാരകമായ വിഷം കൊടുത്തിട്ട് അവർക്കൊന്നും പറ്റിയില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ ശിഷ്യന്മാർക്ക് ദൈവികമായ അനുഗ്രഹം നൽകുക. രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. അപ്പോൾ ഈശോയുടെ സുവിശേഷം സൗഖ്യത്തിൻ്റെ, വിമോചനത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ ഒരു സുവിശേഷമാണ്. അത് ഈശോ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ്. തുടർന്നാണ് ഈശോയുടെ സ്വർഗാരോഹണം. കർത്താവായ ഈശോ അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. കർത്താവായ ഈശോ, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ്, ഈശോ കർത്താവാണ് എന്നുള്ള ആദിമസഭയുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു സംക്ഷിപ്ത വാക്യമാണ്. ഈശോ കർത്താവാണ്. അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനം 110:1 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അപ്പോൾ കർത്താവ് വലതുഭാഗത്തിരിക്കുന്നവൻ ആരാണ്? ഈശോ മിശിഹായാണ്. റോമ 8:34 തുടങ്ങി കുറേ ഭാഗങ്ങളിൽ ഈശോ കർത്താവ്, ഈശോ മിശിഹ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതായിട്ട്. ഹെബ്രായ 1:3, 1 പത്രോസ് 3:22, കൊളോസ്യൻസ് 1:3, അപ്പോസ്തലപ്രവൃത്തി 2:33, വിശുദ്ധ എസ്തഫാനോസ് അപ്പോസ്തലപ്രവൃത്തി 7:55, 56. അവിടെ കർത്താവിൻ്റെ വലതുഭാഗത്ത് കർത്താവ് നിൽക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ പ്രത്യേകിച്ചും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ വലതുഭാഗം? വലതുഭാഗം എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ, മഹത്വത്തിൻ്റെയൊക്കെ അടയാളമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഒരു മേഖലയിലേക്ക് ഈശോ കടന്നിരിക്കുന്നു. അവനവിടെ ഉപവിഷ്ടനായി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫെസ്യസ് ലേഖനം 4-ാം അധ്യായം 9-10 വായിക്കുന്നത്, അവൻ ആരോഹണം ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങിയെന്നുമല്ലേ. ഇറങ്ങിയവൻ തന്നെ എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കുവാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരിയായി ആരോഹണം ചെയ്തു. അപ്പോൾ ഈശോയുടെ ഒരു ഇറക്കം, ഒരു ഡിസെൻറ്റ്, അതിനുശേഷമാണ് അസെൻഷൻ. അത് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് ഉയരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ മഹത്വമാണ്. എല്ലാത്തിനെയും, ഭൂമിയെയും പാതാളത്തെയും സ്വർഗത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന വലിയ മഹത്വത്തിലേക്ക് അവൻ പ്രവേശിച്ചു എന്നാണ്. ഇന്നത്തെ ലേഖനത്തിൽ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. അവൻ തന്നെ ശൂന്യനാക്കി. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള ആ വാക്യങ്ങൾ, ഈശോ മിശിഹായുടെ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള സമാധാനം നടത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ഈ ഭാഗം ആദിമസഭയുടെ ഒരു ക്രിസ്തു വിജ്ഞാനീയ സങ്കീർത്തനമാണ്, ഗീതമാണ്, ആരാധനക്രമ ഗീതമാണ്. അങ്ങനെ കർത്താവ് തന്നെ താഴ്ത്തി, അനുസരണമുള്ളവനായി കുരിശിൽ തന്നെ താഴ്ത്തിയപ്പോൾ 9-ാം വാക്യം, അവനെ ദൈവം അത്യധികമായി ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. ഇത് ഈശോയുടെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടക്കുന്നതിനും ഈശോ കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വനായ എല്ലാ നാവുകളും ഏറ്റുപറയേണ്ടതിനാണ്. അപ്പോൾ ഈശോയുടെ വലിയ മഹത്വം, ഈശോ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉപവിഷ്ടനായിരുന്നുകൊണ്ട് ഈശോ എന്താണ് ചെയ്യുന്നത്? വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്,
ഈശോ അദ്ദേഹം AD 407 ദിവംഗതനാകുന്ന സഭാപിതാവാണ്. അദ്ദേഹം പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് കയറി ഉപവിഷ്ടനായി നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസെഷൻ, ഏക മധ്യസ്ഥൻ. അപ്പോൾ ഇവിടെ നിത്യമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി അവിടെ നിന്ന് മാധ്യസ്ഥം വഹിക്കുന്നു. പിതാവായ ദൈവം തന്നോട് അനുരഞ്ജപ്പെടുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ ആ അനുരഞ്ജനം സാധ്യമാക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവനാണ്, മാധ്യസ്ഥം വഹിക്കുന്നവനെന്നാണ്. ലയോ ഒന്നാമൻ മാർപ്പാപ്പ ലയോ ദി ഗ്രേറ്റ്, മഹാനായ ലയോ, അദ്ദേഹം പറയുന്നത് ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ചെയ്യുന്നത് പൗരോഹിത്യത്തിൻ്റെ പ്രവൃത്തിയാണ്. സാക്രമെൻ്റ് ഓഫ് അറ്റോൺമെൻറ്റ്, പരിഹാര ബലി അവിടുന്ന് തുടരുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈശോ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് ഈ മധ്യസ്ഥതയുടെ പരിഹാര ബലി, ലോകപാപങ്ങൾക്ക് വേണ്ടിയുള്ള നിത്യബലി അത് അവിടുന്ന് തുടരുകയാണ്. അതിൽ നമ്മൾ പങ്കുചേരുകയാണ് സഭയുടെ വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ അവിടെ ഇരുന്നു കൊണ്ട് അവിടുന്ന് ചെയ്യുന്നത് എന്താണ്? അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിയത് മനുഷ്യന് വേണ്ടിയുള്ള നിത്യമധ്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി പാപപരിഹാര ബലി തുടരുവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ ആ വലിയ മഹത്വം ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാനുള്ള ദിവസമാണ്. സങ്കീർത്തനം 73:25 മനോഹരമായൊരു വാക്യമുണ്ട്: സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് ഞങ്ങൾക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ആരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഉള്ള യഥാർത്ഥ മധ്യസ്ഥനായ ഈശോ മിശിഹ. സങ്കീർത്തനം 123:1 സ്വർഗത്തിൽ വസിക്കുന്നവനെ ഞങ്ങളുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. നമ്മുടെ കുർബാനയിൽ നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് അതിന് സമാന്തരമായി അന്ത്യോക്യൻ ലിറ്റർജിയിലൊക്കെ ഉള്ളത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന മിശിഹാ സംബ്രാനിരിക്കുന്ന ആ ഇടങ്ങളിലേക്ക് നിങ്ങളുടെ വിചാരങ്ങൾ ഉയർത്തുമെന്നാണ്. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമാണ് അവിടുന്ന്. അപ്പോൾ ഈശോ ജീവിക്കുന്നു, സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ സ്വർഗത്തിൽ ജീവിക്കുന്ന ഈശോ സ്വർഗത്തിൽ മാത്രമല്ല, ലോകം മുഴുവനും അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു. ആ ജീവിക്കുന്നവനായ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനാ നിവേദനങ്ങൾ എല്ലാം അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അവിടെ അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിക്കും. അതുകൊണ്ട് പൂർണ്ണമായും കർത്താവിലുള്ള വിശ്വാസം ഉറപ്പിച്ച് കർത്താവ് വിശ്വാസരാഹിത്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും കർത്താവ് സ്വർഗത്തിൽ ഞങ്ങൾക്ക് രക്ഷകനായി ഉണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളിലും വിഷമങ്ങളിലും കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന തിരുവചനങ്ങളാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ഈ വചനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ വഴി മാത്രമല്ല, മധ്യസ്ഥ പ്രവർത്തനങ്ങൾ വഴി കൂടി ആവശ്യങ്ങളിൽ കടന്നു ചെന്ന് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്ന ആ സുവിശേഷ ദൗത്യം നിർവഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.